റോസ് ഗാർഡൻ കവിതയുടെ ആശയം. ഗ്രാമത്തിൽ എൻ്റെ അയൽവാസിയായിരുന്ന അവൾ ഒരു പെൺകുട്ടിയായിരുന്നപ്പോൾ ഒരു വസന്തത്തിൽ കൃഷിയിടത്തിൽ അവൾ ചെയ്ത ഒരു ശിശുസഹജമായ കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. കൃഷി ചെയ്ത് പരിപാലിച്ച് വിളവെടുക്കുവാൻ അവൾക്കൊരു തുണ്ട് ഭൂമി നൽകാമോ എന്ന് ഒരു ദിവസം അവൾ അച്ഛനോട് ചോദിച്ചു. പിന്നെന്താ എന്ന് അച്ഛൻ പറഞ്ഞു. ഒരു തുണ്ട് ഭൂമിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഭിത്തിയാൽ ചുറ്റപ്പെട്ട തരിശായ ഒരു സ്ഥലം അയാൾക്ക് ഓർമ്മയിൽ വന്നു. നേരത്തെ അവിടം ഒരു കടയായിരുന്നു. അതുതന്നെ, അയാൾ പറഞ്ഞു. അതൊരു മാതൃക ഒറ്റയാൾ തോട്ടമാകണം, അയാൾ പറഞ്ഞു. നിന്റെ ശോഷിച്ച കരത്തിന് ശക്തി പകരാൻ അവസരമാകണം. ഉഴുതുവാൻ മാത്രം വിസ്തൃതി അതിനില്ല, അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് ജോലിയെല്ലാം അവൾക്ക് കൈകൊണ്ട് ചെയ്യേണ്ടി വന്നു. എന്നാൽ അവൾ അതിപ്പോൾ കാര്യമാക്കുന്നില്ല. റോഡിലൂടെ അവൾ ചാണകം ഒരു വലിവണ്ടിയിൽ കൊണ്ടുപോയി. ആരെങ്കിലും കടന്നു വരുമ്പോൾ അവരിൽ നിന്നും ഒളിക്കുവാൻ അവൾ വലിവണ്ടിയിലെ നല്ലതല്ലാത്ത ചരക്കും വണ്ടിയും ഉപേക്ഷിച്ച് ഓടിമറയുമായിരുന്നു. കളയൊഴികെ എല്ലാ വിത്തുകളുടെയും ഓരോന്ന് താൻ നട്ടെന്ന് കരുതുന്നതായി അവൾ പറയുന്നു. എന്നിട്ടവൾ വിത്തുകളോട് യാചിക്കുന്നു. ഓരോ കൂന ഉരുളക്കിഴങ്ങ്, റാഡിഷ്, ലെറ്റ്യൂസ്, പയർ, ടൊമാറ്റോ, കോൺ, ബീൻസ്, മത്തങ്ങ ഇവയും ഫലവൃക്ഷങ്ങൾ പോലും അവൾ നട്ടു. അതെ, ഇന്ന് ഫലമണിഞ്ഞു നിൽക്കുന്ന സൈഡർ ആപ്പിൾ പോലും താൻ നട്ടതാണെന്നാണ് ഏറെക്കാലമായി അവൾ സംശയിക്കുന്നത്. ഒരു പക്ഷേ അവൾ തന്നെ നട്ടതായിരിക്കാം. ആകെ കൂടി നോക്കിയാൽ അവളുടെ കൃഷി ഒരു സമ്മിശ്ര വിളയായിരുന്നു. എല്ലാറ്റിൻ്റെയും അല്പം, ഒന്നും കാര്യമായിട്ടില്ല. ഇന്നിപ്പോൾ ഗ്രാമത്തിൽ കാര്യങ്ങൾ വേണ്ട വിധം എങ്ങനെ നടക്കുന്നു എന്ന് കാണുമ്പോൾ അവൾ പറയുന്നു, എനിക്കറിയാം, ഇത് ഞാനൊരു കൃഷിക്കാരി ആയിരുന്നപ്പോഴത്തെ പോലെ തന്നെ. ഒരു ഉപദേശം എന്ന നിലയിൽ അവളുടെ കഥ ഒരാളോട് തന്നെ 2 പ്രാവശ്യം പറയുക എന്ന പാപം അവൾ ഒരിക്കലും ചെയ്യുകയില്ല.